പച്ചമുളകിട്ട് അരച്ചെടുത്ത നല്ല നാടൻ കപ്പക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങ, ഇതോടൊപ്പം 4 പച്ചമുളക്. ഈ കറിക്കുള്ള എരിവ് പ്രധാനമായിട്ടും പച്ചമുളകിൽ നിന്നാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ പച്ചമുളക് ഒരല്പം കൂടുതൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാധാ ക്യുമിൻ സീഡ്സ് ആണ്. പിന്നെ ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മണി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്രഷ് ചെയ്ത കുരുമുളകായുണ്ട്, അതനുസരിച്ച് വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുരുമുളകിൻ്റെ എരിവല്ലാട്ടോ കൂടുതൽ വേണ്ടത്. ഞാൻ പറഞ്ഞോണം പച്ചമുളകിൻ്റെ എരിവ് തന്നെ വേണം. പിന്നെ ഞാൻ ഇതിലോട്ട് 7 8 ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, വളരെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒരു മീഡിയം സൈസ് കപ്പ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ഉപ്പിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. കുറച്ച് നാൾ മുമ്പ് കപ്പയുടെ തൊലി വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റുന്നത് എങ്ങനെയെന്നും കപ്പ എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് പുഴുങ്ങിയെടുക്കുക എന്നുള്ളതും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മുകളിലത്തെ ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. ഇതിലിപ്പം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ടുള്ള അരപ്പ് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ അതേ ജാറിൽ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കലക്കി ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇതിൽ വെള്ളത്തിനൊരു പ്രത്യേക കണക്കൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിൽ കുറുക്ക് കൂടുതൽ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഇതിൽ കപ്പ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയുണ്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുവാണ്. ഒരു 3-4 മിനിറ്റായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ കുറുക്ക് പോലെ തോന്നുവാണെങ്കിൽ ഒരല്പം കൂടെ നേരിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ടുള്ള കടുക് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കപ്പയുടെ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള പച്ചമുളക് ഇട്ട് അരച്ചെടുത്ത നല്ല ടേസ്റ്റി നാടൻ കപ്പക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റിയാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ആ ബെല്ലൈക്കണോടൊപ്പമുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.